സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഞായർ എന്താണ് പ്രത്യേകത? ഞായറാഴ്ചയുടെ പ്രത്യേകത എന്താ? ന്യൂ ഇയർ ആണ്. പറയാതെ എല്ലാവർക്കും അറിയാം. സഹോദരങ്ങളെ, ന്യൂ ഇയർ ആണ്. വാട്സാപ്പ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും എന്ത് തുറന്നാലും ഹാപ്പി ന്യൂ ഇയർ മെസ്സേജാണ് നമുക്ക് കാണാൻ കഴിയും. വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ക്രൈസ്തവതയുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലത്തിലുള്ള ആഘോഷമാണ്. ക്രൈസ്തവതയുടെ ആഘോഷവുമായി പശ്ചാത്തലത്തിലുള്ള ഒരു ആഘോഷമാണ് ന്യൂ ഇയർ എന്നുള്ള ആഘോഷം എന്ന് നമുക്കറിയാം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇപ്രകാരം ഒരു പുതുവർഷം കടന്നു വരുമ്പോൾ, നമ്മുടെ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടർ മാറ്റപ്പെടുമ്പോൾ, ഈ ക്ലോക്ക് കറങ്ങുമ്പോൾ, ഈ ക്ലോക്കും ഈ കലണ്ടറും ഒക്കെ നമ്മളോട് പറയുന്ന ഒന്ന്, എന്റെ ഈ കറക്കമുണ്ടല്ലോ, ഭിത്തിയിൽ നിന്നുള്ള എന്റെ മാറ്റമുണ്ടല്ലോ, വെറുതെ ഞാൻ മാറുമല്ല, വെറുതെ ഞാനിങ്ങനെ കറങ്ങുമല്ല, നിന്റെ ആയുസ്സിനെ ഞാനിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും എന്റെ കറക്കം നിന്റെ ആയുസ്സിനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്, നിന്നെ ഞാൻ മരണത്തോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ കലണ്ടറും ഈ ക്ലോക്കും ഒക്കെ നമ്മളോട് വിളിച്ചു പറയുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, എന്റെ ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ, ആ ദിവസം കഴിഞ്ഞു പോകുന്നതിനാൽ ഞാൻ ഖേദിച്ചതുപോലെ ജീവിതത്തിൽ മറ്റൊരു കാര്യത്തിലും ഞാൻ ഖേദിച്ചിട്ടില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ആ ദിവസം പറയും, ഇന്ന് ഞാൻ നിനക്ക് പുതുതാണ്, എന്തെങ്കിലും നന്മ ചെയ്യാനുണ്ടോ ചെയ്തോ, ഇനി ഒരിക്കലും ഞാൻ നിന്നിലേക്ക് മടങ്ങി വരില്ല എന്ന് ഓരോ ദിവസവും പറഞ്ഞിട്ടാണ് പോകുന്നത് എന്ന് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. ഇന്ന് മാതാവിനെയും പിതാവിനെയും വരെ മാറിക്കിട്ടുന്ന കാലഘട്ടമാണ്. പക്ഷേ മടങ്ങി വരാത്തത്, മാറിക്കിട്ടാത്തത്, ഒരാളെയും പ്രതീക്ഷിക്കാത്തത്, ഒരാൾക്കും ഒരിക്കലും മടക്കി കിട്ടാത്ത ഒന്നേ ഒന്ന് സമയം മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ന്യൂ ഇയർ എന്നുള്ള ആഘോഷത്തിന്റെ പേരിൽ അർദ്ധരാത്രി കഴിയുമ്പോൾ കുപ്പി പൊട്ടിക്കുകയും പടക്കം പൊട്ടിക്കുകയും നൃത്തം ചവിട്ടുകയും സംഗീതവും വിഭചാരത്തിലുമായിട്ടൊക്കെ പുതുവർഷത്തെ ആഘോഷിക്കുന്നവരോട് ഖുർആനിന്റെ ഒരേ ഒരു പ്രഖ്യാപനം, حتى إذا جاء أحدكم الموت قال رب ارجعون حتى إذا جاء أحدكم الموت قال رب ارجعون. മരണം വരുന്ന ഘട്ടത്തിൽ ഞാൻ നിങ്ങളും ഒക്കെ വിളിച്ചു പറയും, ഖബറിൽ വെച്ച് വിളിച്ചു പറയും, മഹ്ശറിൽ വെച്ച് വിളിച്ചു പറയും, നാളെ നരകത്തിൽ വെച്ച് വിളിച്ചു പറയും, റബ്ബി ഇർജിഊൻ, അല്ലാഹുവേ ഒരല്പസമയം, ഒരു നിമിഷം കൂടി ഒന്ന് പിന്തിരിക്കണമേ എന്ന് ഞാനും നിങ്ങളും പറയും. മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം പറയും അത്രേ, മിണ്ടിപ്പോകരുതടാ, മിണ്ടിപ്പോകരുതടാ എന്ന് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം പറയും എന്ന് ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, അക്സിറു ദിക്റ ഹാദിമിൽ ലദാ, എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണം എന്നോടൊപ്പമുണ്ട്, നമ്മളോട് ഓരോരുത്തരോടുമുണ്ട്. എപ്പോഴാണ് എന്നാണ് എന്ന് പറയാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയില്ല. ആയതിനാൽ മരണത്തെ കുറിച്ചുള്ള ചിന്ത, ന്യൂ ഇയർ ചിന്തയേക്കാൾ നമുക്ക് മതിച്ചു നിൽക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്കറിയുമോ, ക്രൈസ്തവ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ക്രിസ്തുമസ് പോലും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ച ബത്ലഹേമിൽ പോലും ഈ പ്രാവശ്യം ക്രിസ്തുമസിന്റെ ആഘോഷം അവർ മാറ്റിവെച്ചുവെങ്കിൽ, ഈ ഏറ്റവും വേദനിക്കുന്ന സന്ദർഭത്തിൽ ഈ ന്യൂ ഇയറിന്റെ ആഘോഷം മാറ്റിവെക്കാൻ ചെറുപ്പക്കാർക്ക് കഴിയുന്നില്ല എങ്കിൽ, സഹോദരങ്ങളെ, മരണം ഏത് സമയത്താണ് വരുന്നതെന്ന് അറിയില്ല. അതിനോടൊപ്പം മറ്റൊരു കാര്യം, ഏത് അപകടങ്ങൾ നിങ്ങൾ എടുത്തു നോക്ക്, ഏത് ന്യൂ ഇയർ നിങ്ങൾ എടുത്തു നോക്ക്, അതിനൊക്കെ സമൂഹത്തിൽ വലിയ ആഘാതങ്ങൾ, അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. മരിക്കുന്നവർക്ക് മരിക്കാൻ സൗകര്യം. 10 വയസ്സുകാരൻ മരിച്ചാലും 15 വയസ്സുകാരൻ മരിച്ചാലും 20 വയസ്സുകാരൻ മരിച്ചാലും മരിക്കുന്നവർക്ക് എന്ത് ചെയ്യാം? അത് വണ്ടി അപകടമാണെങ്കിലും എന്താണെങ്കിലും മരിക്കുന്നവർക്ക് മരിക്കാം. അതിന്റെ പിന്നിൽ ഒരു നാടും ഒരു കുടുംബവും ഒരു സമൂഹവും ഒരു മാതാപിതാക്കളും ഒക്കെ അനുഭവിക്കുന്ന ദുഃഖം നിങ്ങളോട് ചെറുപ്പക്കാരോട് പറഞ്ഞാൽ അറിയില്ല. മരിക്കുന്നവൻ മരിച്ചു തീർന്നു, അവൻ ഒന്നെങ്കിൽ സ്വർഗം കിട്ടി അല്ലെങ്കിൽ നരകം കിട്ടി, അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ദുഃഖം ഒന്ന് ചിന്തിച്ചു നോക്ക്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നേരിട്ട് അനുഭവിച്ച ആളാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെ മുമ്പത്തെ വെള്ളിയാഴ്ച ഒരു 20 വയസ്സുകാരൻ മരിച്ചു.
മാതാവും പിതാവും മോർച്ചറിയിൽ അടക്കം പോയി പല പ്രാവശ്യം മയ്യിത്ത് കണ്ടു. രാത്രി 11:30 ആയപ്പോൾ എന്നെ വിളിക്കുന്നു, ഉസ്താദേ മോൻ ഇതുവരെ ഇനി വീട്ടിലെത്തിയില്ല. പല പ്രാവശ്യം മയ്യിത്ത് കണ്ടിട്ട് വീട്ടിൽ പോയ പിതാവ് രാത്രി 11:30 കഴിഞ്ഞപ്പോൾ ഈ വിനീതനെ വിളിക്കുന്നു, ഉസ്താദേ 11:30 ആയി, ഞാൻ 10-20 പ്രാവശ്യം അതിനെ റിങ് ചെയ്തു, മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ എടുക്കുന്നില്ല, ഇതുവരെ താമസിക്കുന്നവനല്ല. എന്താണ് സഹോദരങ്ങളെ, പിതാവിന് താങ്ങാൻ കഴിയുമോ? രാവിലെ വീട്ടിൽ നിന്ന് പോയ മകൻ അപകടത്തിൽപ്പെട്ടു മരിച്ചു എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുന്ന മാതാവിനും പിതാവിനും ഒക്കെ താങ്ങാൻ കഴിയുന്നതാണോ? അതുകൊണ്ട് ഒരു പക്ഷേ അവരുടെ മാനസികമായ അവസ്ഥ പോലും അൺനോർമലിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. ആയതിനാൽ അനാവശ്യങ്ങളിലേക്ക് ദയവ് ചെയ്ത് പോകാതിരിക്കുക, നന്മയായ കാര്യങ്ങളിലേക്ക് മുന്നിടുക, മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജുമായി